രാവിലെ മുതൽ രാത്രി വരെ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടും മാസാവസാനം കയ്യിലൊന്നും ബാക്കിയില്ലേ? എവിടെ നിന്നൊക്കെയോ പണം വരുന്നുണ്ട്. പക്ഷെ വന്നതിനേക്കാൾ വേഗത്തിൽ അത് ചെലവായി പോകുന്നു. ഒപ്പം തീരാത്ത കടങ്ങളും കൂടി വരുന്നുണ്ടോ? നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്വയം ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. ഞാൻ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എനിക്ക് മാത്രം എന്താണ് സാമ്പത്തികമായി ഉയരാൻ സാധിക്കാത്തത്? പണം എന്നത് കേവലം ഒരു കടലാസ് കഷ്ണമല്ല, അതൊരു ഊർജമാണ്. അത് കൈകാര്യം ചെയ്യുന്നതിന് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ തെറ്റിച്ചാൽ എത്ര കോടികൾ സമ്പാദിച്ചാലും അത് കയ്യിൽ നിൽക്കില്ല. എന്നാൽ ആ നിയമങ്ങൾ പാലിച്ചാലോ, ദാരിദ്ര്യം എന്ന വാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി മായ്ച്ചു കളയാൻ സാധിക്കും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറും ഒരു സാമ്പത്തിക ഉപദേശത്തെക്കുറിച്ചല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഭാരതം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനും രാജതന്ത്രജ്ഞനുമായ ആചാര്യ ചാണക്യൻ പറഞ്ഞു തന്ന ചില രഹസ്യങ്ങളെ കുറിച്ചാണ്. ചാണക്യനീതിയിൽ പണത്തെക്കുറിച്ചും കടം തീർക്കുന്നതിനെ കുറിച്ചും സമ്പത്ത് കുമിഞ്ഞുകൂടുന്നതിനെ കുറിച്ചും വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തെയും പണത്തോടുള്ള നിങ്ങളുടെ സമീപനത്തെയും പൂർണ്ണമായി മാറ്റിമറിച്ചേക്കാം. അതുകൊണ്ട് ഒരു നിമിഷം പോലും കളയാതെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം. ഈ വീഡിയോ കാണുന്നവരിൽ സാമ്പത്തികമായി വലിയൊരു മാറ്റം ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് ഞാൻ വിജയത്തിന് തയ്യാറാണെന്ന് താഴെ എഴുതുക. നിങ്ങളുടെ ആ നല്ല മനസ്സ് തന്നെയാണ് വിജയത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ്. ഇനി നമുക്ക് ചാണക്യന്റെ പണത്തിന്റെ നിയമങ്ങളിലേക്ക് കടക്കാം. ഒന്നാമതായി, പണത്തെ ബഹുമാനിക്കുക. ചാണക്യൻ വളരെ വ്യക്തമായി പറയുന്നു, എവിടെയാണോ പണത്തെ ബഹുമാനിക്കാത്തത് അവിടെ ലക്ഷ്മി ദേവി വസിക്കില്ല. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിൽ പലരും പണത്തെ കുറ്റപ്പെടുത്തുന്നവരാണ്. പണമാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം, അല്ലെങ്കിൽ പണക്കാരെല്ലാം മോശക്കാരാണ് എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ട്. ചാണക്യനീതി പ്രകാരം നിങ്ങൾ എന്തിനെയാണോ വെറുക്കുന്നത് അത് നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. പണം എന്നത് ഒരു ഉപാധിയാണ്. അതിനെ സ്നേഹത്തോടെയും കരുതലോടെയും കൈകാര്യം ചെയ്യണം. അനാവശ്യമായി പണം ചെലവാക്കുന്നത് പണത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക, ആഡംബരത്തിന് വേണ്ടി കടം വാങ്ങുക, പണം അലക്ഷ്യമായി സൂക്ഷിക്കുക, ഇതെല്ലാം ലക്ഷ്മിയെ അകറ്റുന്ന കാര്യങ്ങളാണ്. ഓർക്കുക, പണം സൂക്ഷിക്കുന്ന സ്ഥലം എപ്പോഴും വൃത്തിയായിരിക്കണം. നിങ്ങളുടെ പേഴ്സ്, പണം വെക്കുന്ന അലമാര, തൊഴിൽ ചെയ്യുന്ന സ്ഥലം എന്നിവ വൃത്തിഹീനമാണെങ്കിൽ അവിടെ ദാരിദ്ര്യം കടന്നു വരും. പണം എണ്ണുമ്പോഴും കൈമാറുമ്പോഴും അതൊരു പുച്ഛത്തോടെ ചെയ്യരുത്. പണത്തിന് ജീവനുണ്ടെന്ന് സങ്കല്പിക്കുക. നിങ്ങൾ അതിന് നൽകുന്ന ബഹുമാനം പലിശ സഹിതം അത് നിങ്ങൾക്ക് തിരിച്ചു തരും. രണ്ടാമതായി, ലക്ഷ്യമില്ലാത്ത യാത്ര അവസാനിപ്പിക്കുക. നിങ്ങൾ എങ്ങോട്ടാണോ പോകുന്നതെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ എവിടെയും എത്തിച്ചേരില്ല. ചാണക്യൻ പറയുന്നു, വ്യക്തമായ ഒരു പദ്ധതി ഇല്ലാത്തവന്റെ സമ്പത്ത് ശത്രുക്കൾ കൊണ്ടുപോകും. നിങ്ങൾക്ക് എത്ര രൂപയാണ് വേണ്ടത്? എന്തിനാണ് ആ പണം? കടം തീർക്കാനാണോ? വീട് വെക്കാനാണോ? അതോ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണോ? കൃത്യമായ ഒരു ലക്ഷ്യം കുറിച്ചു വെക്കുക. എനിക്ക് കുറെ പണം വേണം എന്ന് പറയുന്നതിനും എനിക്ക് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 5 ലക്ഷം രൂപ വേണമെന്ന് പറയുന്നതിനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ചാണക്യൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് ലക്ഷ്യബോധത്തെ കുറിച്ചാണ്. സാമ്പത്തിക അച്ചടക്കം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. നിങ്ങളുടെ വരവ് എത്രയാണെന്നും ചിലവ് എത്രയാണെന്നും കൃത്യമായി എഴുതി വെക്കുക. കണക്കില്ലാത്ത കളികൾ പണത്തിന്റെ കാര്യത്തിൽ വേണ്ട. ഓരോ രൂപയും എങ്ങോട്ട് പോകുന്നു എന്നറിയാത്തവൻ അവസാനം ആരുടെയെങ്കിലും മുമ്പിൽ കൈനീട്ടേണ്ടി വരും. അതുകൊണ്ട് ഇന്നു മുതൽ ഒരു കണക്ക് പുസ്തകം സൂക്ഷിക്കുക. അത് നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിലെ ഒരു കണ്ണാടിയായിരിക്കും. മൂന്നാമതായി, സംസാരത്തിലെ മിതത്വം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം. പണവും സംസാരവും തമ്മിൽ എന്താണ് ബന്ധം? ചാണക്യൻ പറയുന്നു, കൈപ്പേറിയ വാക്കുകൾ ഉപയോഗിക്കുന്നവന്റെ വീട്ടിൽ ലക്ഷ്മി ദേവി നിൽക്കില്ല. പരുക്കൻ പെരുമാറ്റവും എപ്പോഴും വഴക്കുണ്ടാക്കുന്ന സ്വഭാവമുള്ള, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന സംസാരവുമുള്ള വ്യക്തിക്ക് സമ്പത്ത് നിലനിർത്താൻ കഴിയില്ല. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ലോകത്തിലെ ഏറ്റവും വലിയ കച്ചവടക്കാർ പലരും വളരെ ശാന്തമായി സംസാരിക്കുന്നവരാകും.
കാരണം നല്ല ബന്ധങ്ങളിലൂടെയാണ് സമ്പത്ത് വരുന്നത്. ഇടപാടുകാരോടായാലും സഹപ്രവർത്തകരോടായാലും കുടുംബത്തോടായാലും മധുരമായ സംസാരം ഐശ്വര്യം കൊണ്ടുവരും. ദേഷ്യം വരുമ്പോൾ നമ്മൾ വിവേകം മറക്കുന്നു. വിവേകം നഷ്ടപ്പെട്ടാൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നു. തെറ്റായ തീരുമാനങ്ങൾ സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകുന്നു. അതിനാൽ നാവിനെ നിയന്ത്രിക്കുന്നവൻ പണത്തെയും നിയന്ത്രിക്കും. നാലാമതായി, കടം ശത്രുവിനെ പോലെയാണ്. ചാണക്യന്റെ ഏറ്റവും ശക്തമായ വരികളിൽ ഒന്നാണിത്. കടം, അഗ്നി, രോഗം എന്നിവയെ ഒരിക്കലും ബാക്കി വെക്കരുത്. അവ പൂർണ്ണമായി നശിപ്പിക്കണം. ചെറിയൊരു തീപ്പൊരി മതി വലിയൊരു കാട് കത്തിക്കാൻ. അതുപോലെയാണ് ചെറിയൊരു കടം. നമ്മൾ വിചാരിക്കും ഇതൊരു ചെറിയ തുകയല്ലേ, പിന്നെ അടയ്ക്കാമെന്ന്. എന്നാൽ പലിശ കൂടി അത് വലിയൊരു ബാധ്യതയായി മാറും. നിങ്ങൾക്ക് നിലവിൽ കടമുണ്ടെങ്കിൽ അത് വീട്ടുക എന്നത് തന്നെയായിരിക്കണം നിങ്ങളുടെ പ്രധാന ലക്ഷ്യം. സമ്പാദിക്കുന്ന പണത്തിൽ നിന്ന് വലിയൊരു ഭാഗം ആഡംബരങ്ങൾ ഒഴിവാക്കി കടം വീട്ടാൻ ഉപയോഗിക്കുക. കടം തീരുന്നത് വരെ സമാധാനം ലഭിക്കില്ലെന്ന് മനസ്സിലാക്കുക. ചാണക്യൻ പറയുന്നത് കടം വാങ്ങി നെയ് കൂട്ടരുതെന്നാണ്. അതായത് കടം വാങ്ങി സുഖലോലുപരായി ജീവിക്കുന്നത് ആത്മഹത്യപരമാണ്. അത് നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളുടെ വരും തലമുറയോടെ കൂടി സമാധാനം കെടുത്തും. അഞ്ചാമതായി, അറിവാണ് ഏറ്റവും വലിയ സമ്പത്ത്. പണം നഷ്ടപ്പെട്ടാൽ വീണ്ടും സമ്പാദിക്കാം. പക്ഷേ അറിവ് നഷ്ടപ്പെട്ടാൽ ചാണക്യൻ എപ്പോഴും വിശ്വസിച്ചിരുന്നത് വിദ്യാഭ്യാസത്തിലാണ്. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്കൂൾ വിദ്യാഭ്യാസം മാത്രമല്ല, പണത്തെക്കുറിച്ചുള്ള സാമാന്യ അറിവാണ്. എങ്ങനെ പണം വളർത്താം, എവിടെ നിക്ഷേപിക്കാം, കാലത്തിനനുസരിച്ച് എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്. നിങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് കൊണ്ട് മാത്രം പണക്കാരനാകില്ല. ബുദ്ധിപരമായ അധ്വാനം ചെയ്യണം. അതിനറിവ് വേണം. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാവുക. നിങ്ങളുടെ മേഖലയിൽ എന്ത് മാറ്റങ്ങൾ വരുത്തുന്നെന്ന് ശ്രദ്ധിക്കുക. ഒരു കാര്യം മാത്രം ചെയ്തു ജീവിക്കുന്നവർക്ക് ആ മേഖല തകർന്നാൽ വരുമാനം നിലയ്ക്കും. അതുകൊണ്ട് ഒന്നിലധികം വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ ചാണക്യൻ ഉപദേശിക്കുന്നു. ഒരു വഴി അടഞ്ഞാൽ മറ്റൊരു വഴിയിലൂടെ പണം വരണം. അതിന് തുടർച്ചയായ പഠനം ആവശ്യമാണ്. ആറാമതായി, ദാനം ധർമ്മമാണ്. പണം കുമിഞ്ഞുകൂടാൻ ആഗ്രഹിക്കുന്നവർ അത് പിശുക്കി വെക്കാനാണ് ശ്രമിക്കാറ്. എന്നാൽ ചാണക്യൻ പറയുന്നത് നേരെ തിരിച്ചാണ്. വെള്ളം കെട്ടിക്കിടന്നാൽ ചീഞ്ഞു പോകും. അത് ഒഴുകിക്കൊണ്ടേയിരിക്കണം. അതുപോലെയാണ് പണവും. സമ്പാദിക്കുന്നതിന്റെ ഒരു ചെറിയ ഭാഗം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്യുക. ഇത് കേവലം ഒരു ആത്മീയ ഉപദേശമല്ല. നിങ്ങൾ സമൂഹത്തിന് തിരിച്ചു നൽകുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് കൂടുതൽ തിരിച്ചു തരും എന്നൊരു നിയമമുണ്ട്. അത് നിങ്ങൾക്കൊരു പോസിറ്റീവ് അനുഭവം നൽകുന്നു. എനിക്ക് കൊടുക്കാൻ കഴിവുണ്ട് എന്ന മനോഭാവം നിങ്ങളുടെ ഉള്ളിൽ സമ്പന്നതയുടെ വിത്ത് പാകുന്നു. എന്നാൽ പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണമെന്നും ചാണക്യൻ പറയുന്നുണ്ട്. അർഹതയുള്ളവർക്ക് മാത്രമേ സഹായം നൽകാവൂ, അല്ലെങ്കിൽ അത് വിപരീത ഫലം ചെയ്യും. ഏഴാമതായി, കൂട്ടുകെട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ആരുമായി കൂട്ടുകൂടുന്നുവോ അവരെ പോലെ ആയിത്തീരും നിങ്ങൾ. ചാണക്യന്റെ ഈ വരികൾ വളരെ പ്രശസ്തമാണ്. മടിയന്മാരായും എപ്പോഴും മോശം പറയുന്നവരുമായും ലക്ഷ്യബോധമില്ലാത്തവരുമായും കൂട്ടുകൂടിയാൽ നിങ്ങളും പതുക്കെ അവരെ പോലെയാകും. സമ്പന്നരാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ വിജയിച്ച മനുഷ്യരുമായി അല്ലെങ്കിൽ കൃത്യമായ ലക്ഷ്യമുള്ളവരുമായി സൗഹൃദം സ്ഥാപിക്കുക. അവരുടെ സംസാരവും ചിന്താരീതികളും നിങ്ങളെ സ്വാധീനിക്കും. ദാരിദ്ര്യം എന്നത് പലപ്പോഴും നമ്മുടെ ചിന്താഗതികളിലാണ് ഉണ്ടാകുന്നത്. ദരിദ്രമായ ചിന്താഗതിയുള്ള സുഹൃത്തുക്കൾ നിങ്ങളെ ഒരിക്കലും വളരാൻ അനുവദിക്കില്ല. അവർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും. അതിനാൽ വിഷം കലർന്ന ഭക്ഷണത്തേക്കാൾ അപകടകാരിയാണ് മോശം സൗഹൃദങ്ങളെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. അവരെ ഉപേക്ഷിക്കാൻ മടിക്കരുത്. എട്ടാമതായി, രഹസ്യങ്ങൾ സൂക്ഷിക്കുക. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, നഷ്ടങ്ങൾ, അടുത്ത ബിസിനസ് പദ്ധതികൾ ഇവയൊന്നും പരസ്യപ്പെടുത്തരുത്. ചാണക്യൻ പറയുന്നു, നിങ്ങളുടെ പദ്ധതികൾ വെളിപ്പെടുത്തിയാൽ മറ്റുള്ളവർ അതിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കും. എല്ലാവരും നിങ്ങളുടെ വളർച്ച ആഗ്രഹിക്കുന്നവരല്ല. അസൂയ മനുഷ്യന്റെ സഹജമായ സ്വഭാവമാണ്. നിങ്ങൾക്ക് പണം ഉണ്ടായാൽ അഹങ്കരിക്കാതിരിക്കുക. പണമില്ലെങ്കിൽ അത് പറഞ്ഞ് കരയാതിരിക്കുക. രണ്ടും മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ ദുർബലരാക്കും. നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചെയ്തു കാണിക്കുക. വിജയം ശബ്ദമുണ്ടാക്കട്ടെ. ഒൻപതാമതായി, സ്ത്രീകളെയും കുടുംബത്തെയും ബഹുമാനിക്കുക. ഇത് പലരും ഗൗനിക്കാത്ത ഒരു കാര്യമാണ്. ചാണക്യൻ പറയുന്നു,
ഗൃഹനാഥയെ കണ്ണീര് കുടിപ്പിക്കുന്ന വീട്ടിൽ, സ്ത്രീകൾ അപമാനിക്കപ്പെടുന്ന വീട്ടിൽ ഐശ്വര്യം പടിയിറങ്ങി പോകും. കുടുംബത്തിലെ സമാധാനമാണ് സമ്പത്തിന്റെ അടിത്തറ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വഴക്ക്, മാതാപിതാക്കളെ അവഗണിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ വീടിന്റെ അന്തരീക്ഷം മോശമാക്കുന്നു. നിങ്ങളുടെ കുടുംബം നിങ്ങൾക്ക് നൽകുന്ന പിന്തുണയാണ് നിങ്ങളുടെ ശക്തി. അവർക്ക് സന്തോഷം നൽകാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സമ്പാദ്യം? കുടുംബത്തിൽ സ്നേഹവും സമാധാനവും ഉള്ളപ്പോൾ നിങ്ങളുടെ മനസ്സ് ശാന്തമായിരിക്കും. ശാന്തമായ മനസ്സിന് മാത്രമേ പണമുണ്ടാക്കാനുള്ള വഴികൾ തെളിയുകയുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നാം. എന്നാൽ ഇവ പ്രാവർത്തികമാക്കാൻ വലിയ ആത്മനിയന്ത്രണം ആവശ്യമാണ്. പെട്ടെന്നൊരു ദിവസം കൊണ്ട് കോടീശ്വരനാകാനുള്ള കുറുക്കു വഴികളല്ല ചാണക്യൻ പറഞ്ഞത്. മറിച്ച് ശക്തമായി ഒരു അടിത്തറയിലൂടെ സാമ്പത്തിക സുരക്ഷിതത്വം നേടാനുള്ള മാർഗമാണ്. നമ്മൾ ചർച്ച ചെയ്ത ഈ 9 കാര്യങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായി തോന്നിയത്? അല്ലെങ്കിൽ ഇതിലേതു കാര്യമാണ് നിങ്ങൾ ഇനി മുതൽ ജീവിതത്തിൽ പകർത്താൻ പോകുന്നത്? അത് തീർച്ചയായും താഴെ എഴുതി അറിയിക്കുക. നിങ്ങളുടെ ഓരോ പ്രതികരണവും ലൈക്കും മറ്റുള്ളവർക്കും ഈ അറിവ് എത്തിക്കാൻ സഹായിക്കും. അതുകൊണ്ട് മറക്കാതെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. സുഹൃത്തുക്കളെ, ചാണക്യൻ പറഞ്ഞതുപോലെ മനുഷ്യൻ ജനിക്കുന്നത് ഒറ്റയ്ക്കാണ്, മരിക്കുന്നതും ഒറ്റയ്ക്കാണ്. പക്ഷെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അവൻ ചെയ്യുന്ന കർമ്മങ്ങളാണ് അവന്റെ സ്മരണ നിലനിർത്തുക. ദാരിദ്ര്യം ഒരു വിധിയല്ല, അതൊരു അവസ്ഥ മാത്രമാണ്. ആ അവസ്ഥ മാറ്റാനുള്ള ശക്തി നിങ്ങളുടെ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും ഉണ്ട്. ഇന്നു തന്നെ തീരുമാനിക്കുക. അലസത മാറ്റിവെക്കും, അനാവശ്യ ചിലവുകൾ കുറയ്ക്കും, പുതിയ കാര്യങ്ങൾ പഠിക്കും, കടങ്ങൾ ഓരോന്നായി വീട്ടി തുടങ്ങും. ലക്ഷ്മി ദേവിക്ക് വസിക്കാൻ പാകത്തിൽ എൻ്റെ മനസ്സും സാഹചര്യവും ഞാൻ ശുദ്ധമാക്കും. ഈ തീരുമാനം നിങ്ങൾ എടുത്താൽ ലോകത്തൊരു ശക്തിക്കും നിങ്ങളെ തളർത്താൻ കഴിയില്ല. സമ്പത്ത് കുമിഞ്ഞു കൂടുക എന്നതൊരു അത്ഭുതമല്ല, അത് കൃത്യമായ പദ്ധതികളുടെയും അച്ചടക്കത്തിന്റെയും ഫലമാണ്. ചാണക്യനീതി എന്ന ഈ അറിവിന്റെ വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമന്റ് ഇടാനും അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.